മത്തിയാണെങ്കിലും അയിലയാണെങ്കിലും അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഹലോ, എന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഉമ്മാന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. നമുക്ക് ഉമ്മാനോട് തന്നെ ചോദിക്കാം. ഇമ്മ, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കുന്നത്? അടിപൊളി മീൻകറിയാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് കാണാം കേട്ടോ. ഉമ്മാന്റെ സ്പെഷ്യൽ മീൻകറി നമുക്ക് കാണാൻ. അപ്പൊ ഇമ്മാന്റെ സ്പെഷ്യൽ മത്തിക്കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഉമ്മ വേണ്ടത്? നമ്മളിവിടെ മത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ, പുളിവെള്ളം അല്ലേ? പുളിവെള്ളം നമ്മൾ ആദ്യം ചട്ടിയില് ഉലുവ ഇടുക അല്ലെ? ഉലുവ ഇട്ടിട്ട് നന്നായിട്ട് വറക്കുക. ഇതെന്തൊക്കെയാണ് ഉമ്മ? ഉള്ളിയും തക്കാളിയും പിന്നെ അപ്പൊ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടി നിങ്ങളെ വാട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചു മാറ്റി വെക്കണം കേട്ടോ. ആദ്യം ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാ, ഉലുവ വറുത്തിട്ട് പറഞ്ഞുപിടിക്കുമ്പോ വറുത്തിട്ട് മസാലകളൊക്കെ അതിലിടുക. വേപ്പിന്റെ ഇട്ടിട്ടുണ്ട് അല്ലേ? എന്നിട്ട് മിന്നിടുക, മസാലകളൊക്കെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. എനിക്ക് ഉമ്മ ഉണ്ടാക്കണതിൽ ഏറ്റവും നല്ല ഇഷ്ടമുള്ള ഒരു കറിയാണ് ഈ ഒരു മീൻകറി. സാധാ മീൻകറിയും കൂടി ഒരു സ്പെഷ്യൽ. കാരണം ഇത് ഒക്കെ അരച്ചിട്ടാണ് ഉമ്മ ചേർക്കുന്നത്, ഉള്ളി ഇതൊക്കെ. ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് ഒന്ന് ഒതുക്കി വെക്കുക. ഈ വാട്ടുമ്പോ ഇതിന്റെ പൊടികൾ എന്തെങ്കിലും ഇടണോ? ജസ്റ്റ് ഉള്ളി തക്കാളിയും പച്ചമുളകും അല്ലേ? ഉള്ളിയും തക്കാളിയും പച്ചമുളകും മാത്രമാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് വാട്ടിയിട്ട് നിങ്ങള് ജസ്റ്റ് നല്ലോണം അരക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചു. ഓക്കെ, അപ്പൊ നമ്മള് ഉലുവട നല്ലോണം വറക്കാം. അതിന് എന്തൊക്കെ പൊടികളാണ് ഇടുന്നത്? മല്ലിപ്പൊടി, മുളകും പൊടി, കുറച്ച് മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഒക്കെ ഇടുക കേട്ടോ. അപ്പൊ ഇത് മുളകും പൊടി അല്ലേ? മുളകും പൊടി ഇട്ട് എത്ര ടീസ്പൂണോ? അത് ഒരു കണക്കിലാണ്ട് ഇടും, സാധനം എഴുതിനനുസരിച്ച്. ഓക്കെ, പിന്നെ മല്ലിപ്പൊടി ഇടുക. അപ്പോ മല്ലിപ്പൊടി ഇട്ടു. അതിനുശേഷം നമ്മള് മഞ്ഞപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ ഉപ്പിടണ്ടേ? കല്ലുപ്പാണ് ഞാൻ കറിയിലിട. അപ്പൊ നിങ്ങള് കല്ലുപ്പ് ഉള്ളൊരു കല്ലുപ്പ് അതാകൂല നല്ലത്. ഇപ്പൊ കല്ലുപ്പ് ഇട്ടിക്കണ്. എല്ലാം കൂടെ മിക്സ് ചെയ്യാം കേട്ടോ, പൊടികള്. ഓക്കെ, അപ്പൊ നമ്മള് പൊടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലിടുന്ന ഈ അരച്ചു വെച്ചത് ഇടണം കേട്ടോ. ഇപ്പൊ അരച്ചു വെച്ച തക്കാളി, ഉള്ളിയും അതുപോലെ മുളകൊക്കെ നമ്മള് വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചു വെച്ച അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളിയൊക്കെ കജ്ജും കാണുന്നുണ്ട്. അപ്പൊ അതിലൂടെ നമ്മൾ ഈ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് പുളിവെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ അതിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇത് നീ തിളക്കണോ? തിളച്ചിട്ടാ മീനിടുന്നു? ഒന്ന് തിളച്ചിട്ട് മസാലന്റെ ഇതൊക്കെ സ്മെല്ല് ഇതൊക്കെ പോയിട്ട് മീനിട്ട് കൊടുക്കുക അല്ലെ? അപ്പൊ നമ്മള് പാചകത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ അതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിവിടെ മാറ്റി വെച്ച മീനിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. ടൈക്കിനി നമ്മള് മാറ്റി വെച്ച ഈ മത്തി കേട്ടോ, മത്തി നമ്മള് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ഇനി എത്ര തിളക്കേണ്ടി വരും? അപ്പൊ ഇനി മീൻ വേവോളം നമ്മൾ ഇത് ഇനി അടച്ചു വെക്കണം. അപ്പൊ നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. മത്തിക്കറി നമുക്ക് പൊറോട്ടന്റെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഈ കറികൾ എല്ലാരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതിനി ഒന്നും ചെയ്യാനില്ല ഉമ്മ. ഇതിപ്പോ നമുക്ക് ഇറക്കി വെക്കാം. ചോറിന്റെ കൂടെ ആണെങ്കിലും പൊറോട്ടന്റെ കൂടെ ആണെങ്കിലും ഒക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ അരച്ച് ചേർക്കണോണ്ട് അതിന്റെ ടേസ്റ്റ് നമുക്ക് പ്രത്യേകം നമുക്ക് അറിയും. ഇതിപ്പോ ഈ അയിലാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവൂലേ? ഈ മത്തിയുടെ പകരം അയിലാണെങ്കിലും നമ്മള് മീൻകറി ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ പുട്ടക്ക്. അപ്പൊ ഒന്ന് കൂട്ടി നോക്കി എന്താ എങ്ങനെ ഉണ്ട് നോക്കിട്ട് പറയും. എനിക്കിത് പൊറോട്ടയ്ക്കാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പൊറോട്ട അടിക്കല്ലേ? തൽക്കാലം ഇപ്പൊ പുട്ടില് നോക്കി. ചൂട് മീൻകറിയും പുട്ടും. തിന്നോക്കി എന്നിട്ട് പറഞ്ഞാണി
അപ്പൊ എങ്ങനെയുണ്ട് താത്ത? ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാരും വീട്ടിൽ ഉണ്ടായി നോക്ക. പൊറോട്ട കിട്ടിയോ? ഓക്കെ, നമുക്ക് സെറ്റ് ആക്കാം. വേമായോ പൊറോട്ടയും മീൻകറിയും. അപ്പൊ ഈ അങ്ങനെ ഞങ്ങള് നമ്മുടെ മീൻകറിക്ക് പൊറോട്ട മേടിച്ചു കേട്ടോ. ഇനി ഞങ്ങള് പൊറോട്ട കഴിച്ചിട്ട് വരാട്ടോ. നൈസോ, മമ്മാന്റെ മീൻകറി കൂട്ടി പൊറോട്ട എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എങ്ങനെയുണ്ട് പറയും. തിന്നോക്ക്. കുഴച്ച് മറിച്ച് ഓൻ തിന്നാൻ പോവാണ് ഗെയ്സ്. ഇനി തിന്നോക്ക്. എങ്ങനെയുണ്ട് മമ്മാന്റെ മീൻകറി? അടിപൊളിയാ? സൂപ്പറാന്ന് പറയുന്ന? അടിപൊളിയാ. അപ്പൊ നിങ്ങളെ മീൻകറി പേരക്കുട്ടിക്ക് ഇഷ്ടമായിക്കണേ. അപ്പൊ ഞങ്ങളെല്ലാരും പൊറോട്ട തിന്നാണ് കേട്ടോ ഗെയ്സ്. നല്ല മത്തിക്കറിയും പൊറോട്ടയും. താത്താക്ക് മിസ്സായി. താത്താക്കും ചെയ്തു. ഞാൻ പറഞ്ഞു ഒഴിച്ചോ. കുഴപ്പമില്ല, അതൊക്കെ ഇരുന്നോട്ടെ. പഞ്ഞീനെ കോരി നൈസായിട്ട് കോരി എടുത്തിക്കണ്. അപ്പൊ ഗൈസ്, ഉമ്മാന്റെ സ്പെഷ്യൽ മീൻകറി പൊറോട്ട കേട്ടോ. നമുക്ക് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്ന കേട്ടോ. പൊറോട്ടയ്ക്ക് ഏത് മീൻകറി അടിപൊളി ടേസ്റ്റാ. പ്രത്യേകിച്ച് ഈ മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാരും ഉണ്ടാക്കി നോക്കണേ. മത്തിയാണെങ്കിലും അയിലയാണെങ്കിലും അടിപൊളിയാ. കറി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. മീൻകറി നല്ല മത്തിക്കറി. അപ്പൊ നിങ്ങളെല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ പുതിയൊരു ഐറ്റം ഞങ്ങള് വീണ്ടും വരാം. അപ്പൊ അതുവരേക്കും ബൈ. ബൈ പറയും.